ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റംസീസ് ടേസ്റ്റി കിച്ചൺ. നമുക്കൊന്നൊരു മിൽക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മിൽക്ക് കേക്ക്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന് ഇനേബിൾ ചെയ്യുക. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര ഒരു 7 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു കപ്പിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ സമയത്ത് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിൽ 1 കപ്പ് മൈദയാണ് ഇട്ടോ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ അരിപ്പയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ സമയത്ത് ബീറ്റ് ചെയ്യണ്ട കേട്ടോ. മൈദ ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ ഒരു കപ്പിൽ 1 കപ്പ് പാല് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതാ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ നമ്മളെ കേക്ക് മിക്സ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയുടെ വെള്ള പതപ്പിച്ചതാണ്. അത് ഞാൻ 2 മുട്ടയുടെ വെള്ള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നന്നായിട്ടൊന്ന് ബീറ്റർ കൊണ്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഈ കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പതുക്കെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം പെട്ടെന്ന് സ്പീഡിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ മുട്ടയുടെ വെള്ള പതപ്പിച്ചതൊക്കെ അതിൻ്റെ ഒരു ഇതൊക്കെ പോവും. അതുകൊണ്ടാണ്. അപ്പോൾ 2 വട്ടമായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ മിക്സ് ചെയ്യുക. വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ് കേട്ടോ. പതുക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒരേ സൈഡിലേക്ക് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ ഈ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് പേപ്പറിൽ ഓയിലൊക്കെ പരട്ടിയിട്ട് കുറച്ച് മൈദൊക്കെ തൂവി കൊടുത്തിട്ട് ഇതേപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഇതാ കേക്ക് ടിന്നൊന്നും ഇല്ല, അതേപോലെ ഒന്നും ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ നമുക്ക് തവയിലൊക്കെ ചെയ്തെടുക്കാമല്ലോ കേക്ക്. അല്ലാതെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അല്ലേ, സ്പോഞ്ച് കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പം അങ്ങനെ ചെയ്തെടുക്കാമല്ലേ, കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു ചെമ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ഉപ്പ് ഇടണം നിർബന്ധമല്ല കേട്ടോ, സ്റ്റാൻഡ് വെച്ചെടുത്താലും മതി. നന്നായിട്ട് അടച്ചിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി കേക്ക് സോക്ക് ചെയ്യാനുള്ള മിൽക്ക് സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ 1 കപ്പ് പാല്, പിന്നെ 3/4 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു വലിയ കപ്പിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം എത്ര വേണ്ടിച്ചാൽ അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കേക്കിലും അതിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യുക. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ സോക്ക് ചെയ്യാനുള്ള മിക്സ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 30 മിനിറ്റ് ശേഷം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് കൊണ്ട് കുത്തിയപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതാ കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തൊന്ന് കുത്തി കൊടുക്കുക. കാരണം നമ്മൾ അതിൻ്റെ മിൽക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ളിലേക്ക് നല്ല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതേപോലെ അങ്ങനെ കുത്തി കൊടുക്കുക.
കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മിൽക്ക് സിറപ്പ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. കേക്ക് നല്ല ഇങ്ങനെ സോക്കായിട്ട് വരണം. ഞാൻ ആ ഒരു കപ്പിൽ പകുതി കപ്പോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാദ്യം ഞാൻ ജസ്റ്റ് ഒരു കോട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ഫ്ലവർ കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെറിയ ഫ്ലവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു കോട്ട് ഇത് വിപ്പിംഗ് ക്രീമിൻ്റെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് മുഴുവൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ നമുക്ക് 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കേക്കൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആ മിൽക്ക് സിറപ്പൊക്കെ ഒഴിച്ചപ്പോൾ നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ 4 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഷേപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മിൽക്ക് സിറപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണം കഴിക്കാൻ കേട്ടോ. മിൽക്ക് സിറപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ മിൽക്ക് സിറപ്പൊക്കെ ചേർത്തിട്ട് കഴിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.